ഹായ്. മഴ പുറത്ത് തകർത്തങ്ങ് പെയ്യുകയാണ്. ഈ മഴക്കാലത്ത് നമ്മുടെ ചുറ്റുവട്ടത്തും കുഴികളിലുമൊക്കെ വെള്ളങ്ങൾ കെട്ടിക്കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതിന് ഇച്ചിരി വരമ്പും കൂടി ഉണ്ടെങ്കിൽ ആ വെള്ളം ഒഴുകാൻ പറ്റാതെ അങ്ങനെ അവിടെ കിടക്കും. പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ അതിൽ ചെടികളും പായലും ഒക്കെ വരും. ചിലപ്പോഴൊക്കെ നമ്മൾ പോകുമ്പോൾ കാലൊക്കെ കഴുകും. പിന്നീട് അവിടെ വേസ്റ്റൊക്കെ തള്ളുന്ന ഒരു ഇടമാക്കി മാറ്റും ചിലർ. അങ്ങനെ വർഷകാലത്തിന് ശേഷം ആ വേസ്റ്റും ഈ ചെടികളും പായലും ഒക്കെ അടിഞ്ഞു ചേർന്ന് അവിടെ ഒരു ദുർഗന്ധമൊക്കെ വമിക്കും. പിന്നീട് വറ്റി വരണ്ട് അവിടെ ഇല്ലാതാവും. ആ വെള്ളക്കെട്ടിനെ ഒന്നൊഴുകുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ, ഈ ബന്ധനങ്ങളിൽ നിന്ന് ഒന്ന് മോചിപ്പിച്ചിരുന്നുവെങ്കിൽ, അത് ചെറിയൊരു അരുവിയായിട്ട് കൈത്തോടായി പിന്നീട് പുഴയിലെത്തി മറ്റുള്ളവർ ആസ്വദിക്കുന്ന തരത്തിലുള്ള ഓളങ്ങൾ സൃഷ്ടിച്ച് അത് സാഗരത്തിലേക്ക് എത്തിപ്പെടും. അവിടെ അതിൻ്റെ ശക്തി എന്താണെന്ന് വിളിച്ചോതുന്ന തരത്തിൽ ഒരു തിരയായിട്ട് അത് ആഞ്ഞടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെയാണ് ചിലരുടെ ജീവിതവും. ഈ സമൂഹം തങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് കരുതി തങ്ങളുടേതായ ഉള്ളിലുള്ള ആഗ്രഹങ്ങളും കഴിവുകളെയും പുറത്തെടുക്കാതെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ബന്ധനത്തിൽ അവിടെ കഴിഞ്ഞ് അവിടെ തന്നെ വറ്റി വരണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലൊതുക്കിക്കൊണ്ട് മറ്റുള്ളവർ പഴിചാരുന്നത് ഏറ്റെടുത്തുകൊണ്ട്, മാലിന്യങ്ങൾ എന്ന് പറയുന്ന പഴികൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെ തന്നെ വറ്റി വരണ്ട് ജീവിതം തീർന്നു പോകുന്നു. അവരെ ഒന്ന് അവരുടെ ചെറിയ ചെറിയ ആഗ്രഹത്തിനൊന്ന് ഉയരുവാൻ അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ, ഒരരുവിയായിട്ട് ഒഴുകുവാൻ അവരെ അനുവദിച്ചിരുന്നുവെങ്കിൽ, അവരെ മറ്റുള്ളവരെ ആസ്വദിപ്പിക്കുന്ന തരത്തിലെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം പകരുന്ന തരത്തിലെ ഓളങ്ങൾ അവർക്ക് സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു. അവർക്ക് അവരുടെ ശക്തി വിളിച്ചോന്ന തരത്തിലെ ഒരു തിരയായിട്ട് ആഞ്ഞടിക്കുവാൻ സാധിച്ചേനെ. അവർ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ തീർന്നേനെ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.